സോ ഗൈസ് ഇത് സ്ക്വിഡ് ഗെയിമിലെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഗണ്ണില്ല, ഗ്ലൂ ഗണ്ണാണ് ഉള്ളത്. എവിടെയോ പണി പാളി എന്ന് തോന്നുന്നുണ്ടല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ദി ഓൾറൗണ്ടർ ഗായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്ക്വിഡ് ഗെയിമിലുള്ളത് ഹണികോം ക്യാൻഡി അല്ലെങ്കിൽ ഡാൽഗോണ ക്യാൻഡി, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഗൈസ് ഇതിന് വേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് നമ്മുടെ ഒരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 3 സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മതി. അപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കണം. ഇച്ചിരി ടൈം എടുക്കും, പേഷ്യൻസോടെ ഇരുന്ന് ചെയ്യണം. ഓക്കെ, നമ്മളിത് പഞ്ചസാര ചെറുതായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ മെൽട്ടാക്കി എടുക്കണം. ഓക്കെ, അതായത് നമ്മുടെ പഞ്ചസാരയൊക്കെ കാരമലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇളക്കിയപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ ഓൾറെഡി ഓയിൽ തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കിത് മാറ്റാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഉണങ്ങി കിട്ടും. അതിനൊക്കെ മുമ്പ് ഇതിനകത്ത് നമ്മൾക്കൊരു അച്ചാക്കി എടുക്കണം, അതായത് ഒരു ഡിസൈൻ ആക്കി എടുക്കണം. അപ്പം നമ്മുടെ അടുത്ത് ഡിസൈൻ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇല്ല. സോ ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനാണ് പ്ലാന്. സൈഡ് പ്രസ് ആയില്ല. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ സ്ക്വിഡ് ഗെയിമിലുള്ള നമ്മുടെ ക്യാൻഡി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു പണിയുണ്ട് ഇത് വെച്ചിട്ടുള്ള നമുക്ക് ഗൈസ്. അപ്പോൾ അതേ നമ്മൾ കുറച്ച് നേരം തണുക്കാൻ വെച്ചു. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, വളരെ സിമ്പിളാണ്. സോ ഗൈസ് ഇത് സ്ക്വിഡ് ഗെയിമിലെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഗണ്ണില്ല, ഗ്ലൂ ഗണ്ണാണ് ഉള്ളത്. മെഗാ ക്ലാസിക്സ് 60 വാട്ടിൻ്റെ ഗ്ലൂ ഗണ്ണാണ് ഉള്ളത്. പൊളിസാനാണ്. പിന്നെ മാസ്ക് ഒന്നും ഇല്ല. അതേ നമുക്ക് സാധാരണ കോവിഡിൻ്റെ മാസ്ക് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് റിഷ്ണുവിന് പണി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് എങ്ങനെയാണ് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇത് ഈ ഒരു ഗെയിം കളിക്കാൻ നമ്മുടെ റിഷ്ണു വന്നിട്ടുണ്ട്. റിഷ്ണു ഇങ്ങോട്ട് നോക്കി. റിഷ്ണു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൂചി നോക്കിയില്ല, പക്ഷേ സൂചി കിട്ടിയില്ല. സൂചി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു കോമ്പസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് റിഷ്ണു കട്ട് ചെയ്യുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ അപ്പോൾ അത് മൈക്ക് ഇതിൻ്റെ അടുത്ത് വെച്ചേക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ സൗണ്ട് കിട്ടിയാലോ. ഓക്കെ, അതാ നമ്മുടെ റിഷ്ണു കട്ട് ചെയ്യാൻ തുടങ്ങി ഗുയ്സ്. അതാ പണി പാളി. എവിടെയോ പണി പാളി എന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അതേ നമ്മുടെ റിഷ്ണു കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഇച്ചിരി കയറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഗ്ലൂ ഗൺ വെച്ച് ഫയർ ചെയ്യണോ
കമൻറ്റ് ബോക്സിലിട്ടോ. ഓക്കെ. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക. നല്ല മധുരമുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇട്ടോ. പിന്നെ ഋഷ്ണു ചെയ്ത വർക്കിൽ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫയർ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷിൻ്റെ ഒപ്പം ഋഷ്ണു സൈനിങ് ഔട്ട്. ബൈ ബൈ.